സ്വന്തം സെഞ്ചുറി വേണ്ടെന്ന് വെച്ച ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ ഉറച്ച വിശ്വാസമായിരുന്നു ശശാങ്ക് സിംഗിൽ. അവസാന ഓവർ ശശാങ്കിനോട് അയ്യർ പറഞ്ഞത് ഇത്രമാത്രമാണ്: നിനക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നീ ചെയ്തോ, എൻ്റെ സെഞ്ചുറി ഓർത്ത് നീ വിഷമിക്കുകയേ വേണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു കോൺഫിഡൻസ് ശശാങ്കിലുണ്ടായിരുന്നു. ശശാങ്ക് അവസാന ഓവറിൽ അടിച്ച റണ്ണാണ് ഇന്ന് പഞ്ചാബ് ജയിച്ച് നിൽക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ. പ്ലേസിൽ വെച്ച വിശ്വാസം തെല്ലും നഷ്ടപ്പെടുത്താതെ തന്നെയാണ് പഞ്ചാബ് ബോളേഴ്സ് ബോൾ എറിഞ്ഞത്. ഒരു നിമിഷം പഞ്ചാബിൽ നിന്ന് കളി പോകുമെന്ന് കണ്ടപ്പോൾ റിക്കി പോണ്ടിങ് അപ്പം തന്നെ അടുത്ത പരിപാടി അവരിറക്കി കളി പിടിച്ചു. അപ്പം ഈ ഒരു പഞ്ചാബ് ഈ പ്രാവശ്യത്തെ ഈ ഒരു ടീം അല്പം നല്ല സക്സസ്ഫുൾ ആകും, പ്ലേ ഓഫ് കളിക്കുമെന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. കാരണം അവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ്. അദ്ദേഹത്തിന് സെഞ്ചുറിയോ അല്ല വേണ്ടത്, അദ്ദേഹത്തിന് വേണ്ടത് കപ്പാണ്. ഇത്തവണ പഞ്ചാബിന് കിരീടം നേടിക്കൊടുക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ മനസ്സാണ് അദ്ദേഹത്തിന്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്ത് ആണെങ്കിൽ അത്യാവശ്യം നല്ല തുടക്കം തന്നെയാണ് അവർക്ക് കിട്ടിയത്. അത് നമ്മുടെ സ്വന്തം സായ് സുദർശൻ 74 റണ്ണ്, ശുഭ്മാൻ ഗിൽ 14 ബോളിൽ നിന്ന് 33 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. ജോസേട്ടനും നമ്മളെ ഒട്ടും മടിപ്പിച്ചില്ല, 54 റൺ അടിച്ചാണ് 33 ബോളിൽ നിന്നും. പിന്നെ റദർഫോർഡ് 46 റൺ അടിച്ചിട്ടുണ്ട്. എനിക്ക് റദർഫോർഡിന് വന്ന് കയറിയപ്പോൾ തന്നെ പുള്ളി ഒരു ഇമ്പാക്റ്റ് ഗുജറാത്തിന് നേടിക്കൊടുത്തെങ്കിലും പക്ഷേ പുള്ളിക്ക് ഒരു വീക്ക് പോയിൻ്റ് നമ്മുടെ റിക്കി പോണ്ടിങ്ങും കണ്ടുപിടിച്ചു. ആ ഒരു പ്ലാനാണ് സത്യം പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ നിന്ന് പഞ്ചാബ് കളി തിരിച്ചു പിടിച്ചത്.